നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് പത്രോസ്ലിയ, കർത്താവെ നിനക്ക് അങ്ങനെ ഒരിക്കലും ഭവിക്കരുതേ എന്ന് കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചും യെരുശലേമിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ചും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതിനെ കുറിച്ചും പറഞ്ഞപ്പോൾ കർത്താവിനോട് അങ്ങനെ പറയുകയും തുടർന്ന് കർത്താവിന്റെ പ്രതികരണവുമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒരുത്തൻ തന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും എന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് കർത്താവ് പറയുകയും മനുഷ്യപുത്രൻ തന്നെ മരുന്നത് കാണുവോളോ, തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളോ മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നത്. അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, കർത്താവ് പത്രോസ്ലിയ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് തന്നെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. താൻ എപ്രകാരം ആണ് തന്റെ ശുശ്രൂഷയെന്നും തന്റെ ലോകത്തിലെ ജീവിതം എങ്ങനെയാണെന്നും അത് മരിക്കുകയും അടക്കപ്പെടുകയും വേണം എന്നുള്ളത് ആ ശിഷ്യന്മാരോട്, അത് വളരെ ക്ലോസ് ആയിട്ടുള്ള തന്റെ ശിഷ്യന്മാരോട് അത് വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തലാണ് അവർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ കാണുന്നത്. എങ്കിലും കർത്താവ് അതില് മാറ്റമൊന്നും വരുത്തിയില്ല. കാരണം സത്യം അറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് മാറ്റാൻ പറ്റുകയല്ലോ. ഇതാണ് സത്യം, ഇതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ പ്രസംഗത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല. മറിച്ച് കർത്താവ് അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് തുടർന്ന് നമുക്ക് ഉള്ള അധ്യായങ്ങളിൽ പല സ്ഥലത്ത് വെച്ചും കർത്താവ് തന്റെ മരണത്തെയും തനിക്ക് നേരിടാനുള്ള കഷ്ടത്തെയും മുൻകൂട്ടി പറയുന്നതായിട്ടുള്ള ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം കേൾക്കുന്നുണ്ടെങ്കിലും അവർക്കത് വേണ്ടതുപോലെ മനസ്സിലായില്ല, ഹൃദയസ്ഥമായില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ പല സ്ഥലത്തേക്ക് ശിഷ്യന്മാര് ചെതറിപ്പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ചെതറിപ്പോയ ആ ശിഷ്യന്മാരെയാണ് കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അവരെ ബോധിപ്പിച്ച് അവരെ മടക്കി കൊണ്ടുവരികയും ഈ മഹാദൗത്യത്തിന് വേണ്ടി അവരെ കമ്മീഷൻ ചെയ്യുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാനായിട്ട് കഴിയും. കാരണം മരിച്ചിട്ട് ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുക, അവന് വേണ്ടി ജീവിക്കുക, ഇതൊക്കെ ആ കർത്താവിന്റെ കെട്ടും മട്ടും ഒക്കെ നോക്കുമ്പം സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ സാധാരണ ഭക്ഷണം കഴിക്കുന്നു, സാധാരണ രീതിയിൽ നടക്കുന്നു, സാധാരണ വസ്ത്രധാരണം, അതിൽ നിന്നും വിഭിന്നമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളും കാര്യങ്ങളും അല്ലാതെ തങ്ങളുടെ തണ്ടിയും തരവും അല്ല എന്ന് വിശ്വസിക്കത്തക്കവണ്ണം യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കത്തക്കവണ്ണം അവർക്ക് സാധിക്കുന്നില്ല. ദൈവപുത്രനാണ്, ദാവീദിന്റെ പുത്രനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടെടുക്കുമ്പം അവർക്ക് ആ യഥാർത്ഥ വിശ്വാസം ദൈവപുത്രനെ കുറിച്ച്, മശിഹയെ കുറിച്ച് എന്താണോ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കർത്താവ് ഇന്ന് നമ്മൾ പറയുന്ന ഈ സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം അവിടെ സംഭവിക്കുന്നത്. എല്ലാരെയും ഒന്നും കർത്താവ് വിളിച്ചുകൊണ്ട് പോയില്ല. 12 ശിഷ്യന്മാരുള്ള ആ കൂട്ടത്തിൽ തന്നെ ഒരു ഇന്നർ കോർന്ന് ചില വ്യക്തികളൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ കർത്താവിനോട് വളരെ അടുത്ത് ഇടപഴകിയിരുന്ന ചില ശിഷ്യന്മാരുണ്ട്. അവരെയാണ് കർത്താവ് അത് വിളിച്ചോണ്ട് പോകുന്നത്. കാരണം ഈ വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ ഹൃദയപ്രകാരവും നിർണയപ്രകാരവുമാണ് നടക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകസ്മികമായിട്ടോ സംഭവവശാൽ ബൈ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല.
ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുമോ, അദ്ദേഹം മരിക്കുമോ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ, അല്ലെങ്കിൽ അതിൽ ഇടറി അവർ നിൽക്കുന്ന സമയത്താണ് കർത്താവ് കൂടുതൽ കാര്യങ്ങൾ തന്നെ പറ്റി തന്നെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്റെ മരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തിനും സമയത്ത് ഈ ശിഷ്യന്മാര് പതറിപ്പോകാതെ അവര് നിൽക്കാൻ തക്കവണ്ണം അവര് വിശ്വസിച്ച്, നമ്മൾ വായിക്കുന്നുണ്ട്, അവര് പിന്നത്തേതിൽ അത് ഓർത്തു. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നത്തേതിൽ ഓർത്തു. കാരണം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് കർത്താവ് അവരോട് കൂടെ ഇരുന്നപ്പം കർത്താവ് അവരോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അവർ ഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാനായിട്ട്. പിന്നത്തേതിൽ അവർ തിരിച്ചറിഞ്ഞു, ഇന്നതുപോലെ അല്ലേ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് എന്നവർ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അതിന് 6 ദിവസം 8 ദിവസം എന്ന് പറഞ്ഞതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ചില ആ 2 ദിവസങ്ങളെയും കൂട്ടുകയാണെങ്കിൽ അത് 8 ദിവസവും, അങ്ങനെ അല്ലെങ്കിൽ അത് എക്സ്ക്ലൂസീവായിട്ടാണ് അത് എടുക്കുന്നതെങ്കിൽ 6 ദിവസവും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ ഞാനും കേട്ടിട്ടുള്ളത് അത് താബോർ മലയില്, ഗലീലയില് അവിടെ അടുത്തുള്ള താബോർ മലയിൽ എന്നുള്ളതാണ്. എന്നാൽ അതിനൊരു ഒരു ഒരു ഇതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം താബോർ മല എന്ന് പറയുന്നത് അന്ന് ഒരു കോട്ട അതിന് മുകളിൽ ഉണ്ടായിരുന്ന ജോസിഫസ് എഴുതിയിട്ടുണ്ട് പോലും. ഞാൻ ജോസിഫസിന്റെ നേരിട്ട് വായിച്ചില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എഴുതിയിട്ടുണ്ട് അതിന് മുകളിൽ ഒരു പടയാളികളെ ഒക്കെ വെച്ച് കാത്ത് കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പടയാളികളൊക്കെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കോട്ട അതിന് മുകളിൽ ഉണ്ടായിരുന്നു. എങ്ങനെ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ സംശയിക്കുന്നത് അത് അവിടെ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നവരും ഉണ്ട്. അതിന്റെ കാരണം അതാ, ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെയുള്ള ആ കാര്യമാണ് ഞാനും കൂടുതൽ കേട്ടിട്ടുള്ളത്. താബോർ മലയിൽ ആയിരിക്കും, ആകാനാണ് സാധ്യത. എന്തു തന്നെ ആയിരുന്നാലും മല ഏതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ മലയെക്കുറിച്ച് കൂടുതൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാം. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ അതിന്റെ ആ സാങ്കത്യം എന്താണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. കാരണം കർത്താവിനെ കുറിച്ച് കർത്താവ് തന്റെ പ്രസംഗം മാറ്റാതെയും താൻ ആ ക്രൂശിന്റെ അനുഭവത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഏകദേശം 1 വർഷത്തോളം മുമ്പ്, തന്റെ ക്രൂശീകരണത്തിന് 1 വർഷത്തോളം മുമ്പ് തന്നെ തന്റെ ശിഷ്യന്മാരെ അതിനുവേണ്ടി ഒരുക്കാനും താൻ ഒരു സാധാരണക്കാരനല്ലെന്നും സാക്ഷാൽ ദൈവപുത്രനാണെന്നും ഉള്ള ഒരു അനുഭവത്തിൽ കർത്താവ് ഏത് നിലയിലാണ് രൂപാന്തരപ്പെട്ട് നമുക്കറിയാം. ഇന്നലെ വൈകുന്നേരവും നമ്മൾ അതിനെപ്പറ്റി പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. ഒരുപക്ഷെ ആ കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ എങ്ങനെ വെളിപ്പെടും എന്നുള്ള ഒരു നിലയിലാണ് താൻ അവിടെ രൂപാന്തരപ്പെട്ടത് എന്നുള്ള ഒരു നിലയിൽ പറയുന്നവരുണ്ട്. കാരണം നമ്മൾ യോഹന്നാൻ കാണുമ്പോൾ 1:17 വായിക്കുമ്പോൾ അവൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു അവന്റെ മുഖമെന്നും ഒക്കെയുള്ള ചില ഡീറ്റെയിൽസ് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇവിടെയും നമ്മൾ വായിക്കുന്നത് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നുള്ള ഒരു നിലയിൽ. അപ്പം തന്റെ അടുത്തുള്ള ശിഷ്യന്മാർക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്താനും, ചില ആൾക്കാരൊക്കെ ക്ലബ് ഹൗസിൽ ചോദിക്കുന്നുണ്ട്, യേശു ദൈവമാണെന്ന് എവിടാ പറഞ്ഞേക്കുന്നത്, അത് കാണിച്ചു തരണം, ഇപ്പം വാക്യം കാണിച്ചു തരണം എന്നൊക്കെ ഉള്ളത്. അത്തരം ചോദ്യങ്ങളുടെയൊക്കെ മോനെ നമ്മുടെ സഹോദരങ്ങളൊക്കെ പലപ്പോഴും ഒടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞേക്കുന്ന വാക്യം എവിടാ ഉള്ളത്? എന്നാൽ കർത്താവിന്റെ പ്രവർത്തനവും ദൈവപുത്രൻ എന്ന് പറഞ്ഞ് തന്നെ വിശേഷിപ്പിച്ചപ്പോഴും അതിനെതിരെ ദൈവദൂഷണം പറഞ്ഞു ദൈവത്തിന് തന്നെ സമമാക്കി എന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ അന്വേഷിച്ചപ്പോഴും ഇത്തരം നീ ദൈവപുത്രനാകുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആകുന്നു എന്ന് തന്നെ കർത്താവ് ഉത്തരം, നീ അത് പറഞ്ഞല്ലോ എന്ന് കർത്താവ് ഉത്തരം പറഞ്ഞതിലൂടെയൊക്കെ താൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിന് സമനായി പിതാവിനെ തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്, ദൈവത്തോടുള്ള സമത്വം ആണ് അതുകൊണ്ട് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പം എന്ന് ചോദിക്കുന്നത് പോലെ കർത്താവ് ഇവിടെ ഒരു മാനുഷികമായിട്ട് നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സാധാരണക്കാരായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളോ, അവൻ ഇത്രയ്ക്കല്ലേ ഉള്ളൂ, അവൻ ഇന്നാരുടെ മോനല്ലേ, അവൻ കർത്താവിനെയും അതുപോലെ തന്നെ കർത്താവിന്റെ ബന്ധുത്വവും കർത്താവിന്റെ പരിചയവും ഒക്കെ വെച്ച് തുച്ഛീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന, കർത്താവിനെ ജഡത്തിൽ അറിയാവുന്ന ആൾക്കാര്
ഉണ്ട്, ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഈ ആൾക്കാരെ, ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കർത്താവ് ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ ആഗ്രഹിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഗലീലയിൽ ജനിക്കുന്ന നസറേത്തില് വളർന്നു വന്ന, ഈ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ച് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പ്രവാചകനോ ഇതിനു മുന്നേ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളത് പോലുള്ള ഒരു സാധാരണ വ്യക്തി ആയിരിക്കും, കൂടിപ്പോയാലും ഒരു പ്രവാചകൻ എന്നൊക്കെ വിചാരിച്ചു കാണും. എന്നാൽ കർത്താവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് എല്ലാരോടും അല്ല, ചിലർക്കെങ്കിലും വ്യക്തമായിട്ട് കർത്താവ് ആരാണെന്ന് അറിയാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ദുരൂഹമായിട്ടുള്ള നിലയിലുള്ള ചില അനുഭവങ്ങളിലൂടെ ഇനിയും കടന്നു പോകാൻ പോവുക. അപ്പോൾ അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ അവർക്ക് വിശ്വസിക്കാനും മനസ്സിന്റെ ഒരു കോണിലെങ്കിലും ഈ സത്യങ്ങൾ സൂക്ഷിക്കാനും അതിൽ നിലനിൽക്കാനും ആകണമെങ്കിൽ കർത്താവ് തന്നെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലുള്ള കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും അവർ കടന്നു പോകാൻ പോവുക. ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകും എന്ന് നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലുള്ള ചില സാഹചര്യങ്ങളിൽ, നിർണായകമായ ചില സാഹചര്യങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ് എന്ന് നമുക്ക് അവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്റെ മഹത്വവും നമുക്കറിയാം. ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുന്ന കർത്താവ് എന്താ ഈ ഏലിയാവും ഇവരും വന്ന് പറഞ്ഞത്, ഏലിയാവും പിന്നെ മോശയും വന്ന് പറഞ്ഞത് തന്റെ മരണത്തെക്കുറിച്ചാ. ഈ വെളിപ്പാട് കിട്ടി എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വെളിപ്പാട് കിട്ടിയതിനെ കുറിച്ച് വാചാലമായിട്ട് പറയാനുണ്ട്. ഞാനിങ്ങനെ ഇരുന്നു, അന്നേരം ഞാനിവിടെ ദൈവവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രസിക്കുന്നില്ല എന്നുള്ളവർക്ക് അവരുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ട്. വെറുതെ ബാക്ക് ചാനൽ മെസ്സേജ് ഇട്ടിട്ട് വിഷമിക്കണ്ട എന്ന് താങ്കളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പണ്ടൊക്കെ സുവിശേഷ വിരോധികളിൽ നിന്നൊക്കെ ആയിരുന്നു നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം സുവിശേഷ വിഹിതരെന്നും സുവിശേഷത്തിന്റെ നേതാക്കളെന്നും പറയുന്ന ആൾക്കാരിൽ നിന്നൊക്കെയാണ് ദൈവവചനം പ്രസംഗിക്കുന്നുള്ള എതിർപ്പ് വരുന്നത്. അത് തികച്ചും ഒരു വിഷമകരമായ സാഹചര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവരൊക്കെ പറയുന്നതിന് പകരം പറയാനോ അവരോട് വാദിച്ച് ജയിക്കാനോ ഒന്നും പോകുന്നില്ല. സത്യമെന്ന് ബോധ്യമുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിശ്ചയമായിട്ടും. നോക്കിയാട്ടെ. അപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോ പലപ്പോഴും സ്തേഫാനോസിന്റെ കാര്യം ഞാൻ ചിന്തിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്രമാത്രം രൂക്ഷമായ വേദനയിൽ സ്തേഫാനോസിന് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മുഖം ദൈവദൂതന്റെ തേജസ് ഉള്ളപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ വിളങ്ങി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമചിത്തതയോടെയാണ് അദ്ദേഹം പ്രാണൻ വിട്ടത്. അല്ലാതെ ഒരു ഭ്രാന്തമായിട്ടുള്ള നിലയിൽ വേദനിക്കുന്നു, തല്ലുന്നു, കൊല്ലുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊന്നും അല്ല. കർത്താവെ, ഈ പാപം അവർക്ക് കണക്കിടരുതേ എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചതുപോലെ, കർത്താവ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാ കർത്താവ് അത് അവിടം വിട്ടു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അല്ല, കർത്താവ് മരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സ്തേഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു എന്ന് നമ്മൾ വായിക്കും. നോക്കിയാട്ടെ. അപ്പോൾ എന്താ കർത്താവ് അവിടെ കൊടുത്ത ഒരു കാര്യം? എനിക്ക് പലപ്പോഴും തോന്നുകയാണ്, അത് എന്റെ സ്വന്തം ചിന്തയാണ് ഞാൻ പറയുന്നത്. പല കഷ്ടങ്ങളിലൂടെയും ദൈവഭക്തന്മാര് കടന്നു പോകുമ്പം അവരെ ദൈവം അതിൽ ബാലൻസ് ചെയ്യുന്നത്, അതിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, തന്റെ സ്വർഗീയ മഹത്വം കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാം. അത് ഒരിടത്ത് മാത്രമല്ല. എഫേസ്യർ എന്ന ലേഖനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ തരേണ്ടതിന്, അവന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും ഗ്രഹിക്കേണ്ടതിന്. കാരണം അവർക്ക് നേരിടേണ്ടതായിട്ടുള്ള വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള പല ത്രെട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ അതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് എഫെസോസിലെ സഭയെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിതാവ് ആരാണെന്നും ദൈവം ആരാണെന്നും ക്രിസ്തു ആരാണെന്നും ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പരിജ്ഞാനത്തിലും അവന്റെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാ നമ്മുടെ കഷ്ടങ്ങളെ ലഘൂകരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യങ്ങളുണ്ടല്ലോ. കഷ്ടം
നമ്മൾ കഷ്ടങ്ങൾ സഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് പറയുകയാണ്, അല്പനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോ അത്യന്തം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങള് എനിക്ക് സാരമില്ല എന്ന് എണ്ണാനുള്ള കാരണം എന്താ? കാരണം ഇത് ഇപ്പോൾ സഹിക്കുന്ന ഈ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമുക്ക് മറ്റുള്ളവരോട് വിവരിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പം കർത്താവ് തന്റെ മഹത്വവും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയും നമുക്കുള്ള നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് പകർന്ന കർത്താവ് ചില അവസരങ്ങളിൽ നമ്മളെ അതിലൂടെ നടത്താനായിട്ട് പോകുന്നത്. അതൊരു ഹെവൻലി അനസ്തേഷ്യ എന്ന് പറയുന്ന വാക്ക് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ആ വേദന അറിയാതെ വണ്ണം ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് അറിഞ്ഞ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആലോചന ഗ്രഹിച്ചിട്ട് ഈ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് അത്തരം സാഹചര്യത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നു. ഇവിടെ പറയുകയാണ്, വെളിപ്പാട് ലഭിച്ചു എന്ന് പറഞ്ഞ് പുറകോട്ട് ചാഞ്ഞിരുന്ന് ആശ്വസിക്കാനും പറയാനും ഒക്കെ നമുക്കൊക്കെ പറ്റും. എനിക്കൊരു വെളിപ്പാട് കിട്ടി, അതുപോലെ കണ്ടു, ഇതുപോലെ കണ്ടു എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക്, എന്റെ ജീവിതത്തിൽ ചില അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില അതുപോലുള്ള ദൈവികമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഏത് സാഹചര്യത്തിലാ? വളരെ കഷ്ടത്തിന്റെയും പ്രയാസത്തിന്റെയും നടുക്കൂടെ കടന്നു പോകുമ്പോൾ അന്നേരം ആ ദൈവം ബലപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു ദേശത്ത് താമസിച്ച് അവിടെ എല്ലാവരും എതിരായിട്ട് ഒരു ദിവസം ഞാൻ ആ വലിയൊരു ക്രൗഡിന്റെ നടുക്ക് ഞാൻ ഒറ്റയ്ക്കും അവരെന്നെ എന്തും ചെയ്യുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നിട്ട് അങ്ങനെ കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അന്ന് തുടർന്നുള്ള ആ സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനത്തിലൂടെ എന്നോട് ഇടപെട്ടതാണ്, നീ സഹിക്കുന്നെങ്കിൽ നീ കൂടെ വാഴും, തള്ളിപ്പറയുമെങ്കിൽ ഞാനും തള്ളിപ്പറയും എന്നൊരു ഗാനമായിട്ട് ഞാൻ കേൾക്കുക ഞാൻ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ. കാരണം അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊന്നും വേണ്ട, സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തേക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും ദൈവം നമ്മളെ നടത്തുകയും ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. സാഹചര്യത്തിന്റെ രൂക്ഷത എന്താണെന്ന് അറിയാതെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴും സ്വർഗീയമായ പ്രത്യാശ കൊണ്ട് നിറച്ച് നമ്മുടെ ആ ഭീതിയെയും ഭയത്തെയും നമ്മുടെ ആകുലചിത്തതയും ഒക്കെ എടുത്തു മാറ്റാനായിട്ട് കർത്താവിന് കഴിയും. ദൈവത്തിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചും കർത്താവിനെ കുറിച്ചും നമ്മുടെ നിത്യതയെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി ആണ് ദൈവം നമ്മളെ ഈ ഭൂലോക ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച താഴ്ചകളിലൊക്കെ നമ്മുടെ താഴ്ചകളിലൊക്കെ ദൈവം നടത്താനായിട്ട് ആഗ്രഹിക്കും. അതൊരു സത്യമാ ദൈവത്തിന്റെ വചനത്തിൽ. പല ഭാഗത്തും നമുക്കത് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടെ സംസാരിച്ചത് തന്റെ മരണത്തെക്കുറിച്ചാണ്. വെളിപ്പെട്ടു, ഞാൻ നിന്നെ ഇത്ര രാജ്യങ്ങളിലേക്ക് അയക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നിന്നെ അതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യും എന്നൊക്കെ ആയിരുന്നു മോശയും ഏലിയാവും പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളും ആഗ്രഹിച്ചു പോയേനെ. എന്നാൽ അവിടെ പറഞ്ഞത് താൻ എപ്രകാരം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള കാര്യമാണ്. യേശുവിന് യെരൂശലേമിൽ സംഭവിക്കാനിരിക്കുന്ന മരണമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ യേശു കർത്താവെ അവിടുന്ന് ഇതിനെക്കുറിച്ച് പത്രോസിനോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞല്ലോ. ആ പ്രസംഗം ഇനി മാറ്റണ്ട, അതേ പ്രസംഗം പ്രസംഗിച്ചാൽ മതി. ആ പ്രസംഗം മാറ്റണ്ട. അവർക്ക് ചിലപ്പോൾ ഇടർച്ചയായിരിക്കും, അവർക്ക് ചിലപ്പോൾ വിഷമമായിരിക്കും, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരിക്കും. എന്നാൽ കർത്താവെ ആ പ്രസംഗം ഒന്നും മാറ്റണ്ട, അത് തന്നെയാണ് പ്രസംഗിക്കാനുള്ളത്, അത് തന്നെയാണ് ഞങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ടുള്ളത്, ഞങ്ങൾക്ക് അങ്ങയോട് പറയാനായിട്ടുള്ള കാര്യം. അവിടുത്തെ ദൈവഹിത പ്രകാരം തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി തന്നെയാണ് ഉറപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാമല്ലോ, യെരൂശലേമിലേക്ക് പോകുവാൻ കർത്താവ് തന്റെ മനസ്സിനെ ഉറപ്പിച്ചു എന്ന് വായിക്കുന്ന ഒരു വാക്യം. അതെ, ആ നിർണായകമായ നിമിഷത്തിലേക്ക്, നിർണായകമായ സംഭവത്തിലേക്ക്, ആ ദൈവഹിത പ്രകാരമുള്ള ആ കാര്യം അനുഭവിക്കാൻ തക്കവണ്ണം ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ തന്നെ കർത്താവ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദർശനത്തിലൊക്കെ എന്നാ വരുന്നേ? അത് ഈ ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടണമെന്നോ ഈ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നോ ആണോ അത് വെളിപ്പെട്ടു വരുന്നത്? മഹാനായ
ദൈവദാസൻ ജോർജ് വെർവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ: നിങ്ങൾ പ്രായമുള്ള ചില ദൈവദാസന്മാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവരുടെ സംസാര രീതി കേൾക്കുമ്പോൾ, അവരുടെ ചില ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിന്ദയും അവജ്ഞയും ഒക്കെ തോന്നും. എന്നാൽ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കണം. അവരുടെ മുഖത്തുള്ള ആ പാടുകൾ, അവർക്ക് ഏറ്റിരിക്കുന്ന ചില ശാരീരികമായിട്ട് കാണാവുന്ന, ബാഹ്യമായിട്ട് അവരുടെ ഭാഷയിലോ ശൈലിയിലോ കാണാവുന്ന ചില കുറവുകളൊക്കെ നിങ്ങൾ കണ്ടേക്കാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം: കർത്താവിന് വേണ്ടി ഈ ഊഷരഭൂമിയിൽ അവര് സാക്ഷ്യം വഹിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ചില സംഭവങ്ങൾ ഉണ്ടായതെന്നും, അവരെ നിന്ദിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരാർക്ക് വേണ്ടി നിന്നോ, ആ കർത്താവിനെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. പ്രിയപ്പെട്ടവരെ, വളരെ വിചിത്രമായിട്ട് തോന്നും. ഇന്ന് തന്നെ നമുക്കറിയാം, പല ദൈവഭക്തന്മാര് അവര് ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയുന്ന പോലുള്ള സുവിശേഷം അല്ല പറയുന്നത്. സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇരുന്ന് അവർ പറയുന്ന കാര്യങ്ങളല്ല, ഭവനമായിട്ടും ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു പോകാനായിട്ട് ഭയപ്പെടുന്ന പല സ്ഥലങ്ങളിലും അവർ നേരിട്ട് കടന്നുപോയി അവർ ഈ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുകയും അവരുടെ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവിതങ്ങളാണ് എന്ന് എനിക്കറിയാം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ നിക് പാസ്റ്റർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാക്കുകൾ പറഞ്ഞ് നിന്ദിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാനിടയായി തീർന്നു. നിങ്ങൾ ആരാ, എന്താ അഡ്രസ്, എവിടുന്ന? എനിക്ക് പറയാനുള്ളത്, ബീഹാറിന്റെ പ്രദേശത്ത് ആ ഗ്രാമങ്ങളിൽ പോയി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ചെറിയൊരു ബൈക്കും വെച്ച് പല രാത്രികളിലും അശ്രാന്തമായിട്ട് യാത്ര ചെയ്യുകയും വേല ചെയ്യുകയും ദൈവവചനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ഭക്തനാണ്. എനിക്ക് അദ്ദേഹത്തെ ഈ ക്ലബ് ഹൗസിൽ വെച്ച് പരിചയപ്പെടുന്നതല്ല. ഞങ്ങള് അതിനു മുന്നേ ഒരു 2-3 വർഷം മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു സൂം ബൈബിൾ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ഒരുമിച്ച് പല നാളുകൾ ഒരുമിച്ച് ഇരുന്ന് ദൈവവചനം പഠിക്കാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും അവരുടെ വാചാലത, അവരുടെ ശ്രേഷ്ഠത, അവരുടെ മഹത്വം, അവർക്ക് ഉള്ള ആൾബലം, അവരുടെ നാവിന്റെ ശക്തി ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഇതുപോലുള്ള ദൈവഭക്തന്മാര് ഒരിക്കലും അപമാനിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. നമ്മളവര് ബഹുമാനിച്ചില്ലേലും കുഴപ്പമില്ല, അപമാനിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. കാരണം ആ ക്രൂശ് ആരും എനിക്കിനി പ്രയാസം വരുത്തരുത്, ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ വഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ള ഒരു നിലയിലാണ് പല ദൈവഭക്തന്മാരും ആയിരിക്കുന്നത്. നമുക്കൊരു ആശയത്തിനെ അവരെ കയറി എങ്ങനെങ്കിലും ഒക്കെ വിമർശിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അദ്ദേഹം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവഭക്തന്മാർ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്നാ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് വിചാരിച്ചിട്ട് വേണം അവരെയൊക്കെ വിമർശിക്കാനും അവരെയൊക്കെ വിവരം കെട്ടവരെന്ന് പറയാനും. നോക്കിയാട്ടെ, ഞാൻ തുടർന്ന് അവിടെ കാണുന്നത് ആ മരണത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അടുത്തത്, താൻ പറയുന്നത് എന്താണെന്ന് അറിയാതെ അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ വായിക്കുക. താൻ എന്താണ് പറയുന്നത്, അത് ദേവദാസൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിവരിച്ചല്ലോ. എന്താണ് താൻ പറയുന്നത് എന്ന് അറിയാമല്ലോ എന്നല്ല, അറിയാതെ പറഞ്ഞു. എന്താണ് അറിയാതെ പോയത്? അവരെ സംബന്ധിച്ചിടത്തോളം മോശെ ഒരു ഹീറോയാ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാ. എന്റെ അഭിപ്രായത്തിൽ പുതിയ നിയമത്തിന്റെ അനുഭവമുള്ള പഴയ നിയമ മധ്യസ്ഥൻ. തന്റെ ഭവനത്തിലൊക്കെയും മോശെ വിശ്വസ്തനായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, പുതിയ നിയമ കാഴ്ചപ്പാടുള്ള കർത്താവിന്റെ ഭവനത്തിൽ ആയിരുന്ന ഒരു പുതിയ നിയമത്തിന്റെ അനുഭവമുള്ള, വിശ്വാസത്താൽ മോശെ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വാസത്താൽ ഈ കർത്താവിനെയും ദൈവത്തിന്റെ പദ്ധതികളെയും കണ്ടവനായിട്ടുള്ള മോശെ, ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനായിട്ട്, പ്രതിനിധിയായിട്ട്, പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് ഇതാ ഏലിയാവ് അവിടെ വന്നിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ. മറ്റുള്ളവർ ശ്രേഷ്ഠരല്ല എന്നല്ല പറഞ്ഞത്. എന്നാൽ ഒരു രാഷ്ട്രം മുഴുവൻ ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ ആ രാഷ്ട്രത്തെ മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണം നിർണായകമായ ഒരു ചരിത്രത്തിന്റെ സന്ധിയിൽ ഇടപെട്ടവനായിട്ടുള്ള ദൈവത്തിന്റെ ദാസൻ. അപ്പോ അദ്ദേഹവും കടന്നു വന്ന് അവിടെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഉടനെ തോന്നി, ഇത്രയും വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഇവിടെ കടന്നു വന്നല്ലോ, അവരെങ്ങനെ വന്നു, എങ്ങനെ വരാൻ പറ്റും? ഈ മോശയെ ഇവരാരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മോശയാണെന്ന് മനസ്സിലായി, ഏലിയാവാണെന്ന് മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കും, ഇതുപോലൊക്കെ ഇരിക്കുവോ? അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണ്ട. ഒരു ദേവദാസൻ അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇവിടെ തിരിച്ചറിഞ്ഞില്ലേലും അവിടെ നമ്മൾ ശരിക്കും തിരിച്ചറിയുമെന്ന ഉള്ള യഥാർത്ഥത്തിൽ. ഇപ്പോൾ നാം കടമൊഴിയായി കാണുന്നു, അന്ന് കണ്ണാലേ കാണുമെന്ന് കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ,
ഇവിടെ നമ്മള് കണ്ണാടിയിൽ കാണുന്ന ഒരു അനുഭവമല്ല, നമ്മളെ ആരാണ് എന്താണെന്നുള്ള നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടാൻ പോകുന്ന ഉയർപ്പിലാണ്. ആ ഉയിർപ്പിലാ വെളിപ്പെടാൻ പോകുന്നത്. അവിടെയാണ് ശരിയായിട്ട് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്, നമ്മൾ ആരാണ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയപ്പെടാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. എങ്ങനെ തിരിച്ചറിയും. മോശയാണെന്ന് ഇവര് നേരത്തെ കണ്ടിട്ടില്ല. നാളുകൾ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഒരു, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഏലിയാവ് ഉടലോടെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ അവരെ കണ്ടതും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങ് ചെല്ലുമ്പം നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ സംശയത്തെ ദൂരീകരിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്നൊന്നും ചോദിക്കേണ്ട. അത് സർവശക്തനായ ദൈവത്തിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നിശ്ചയമായിട്ടും ഉണ്ട്. എന്ന് മാത്രമല്ല, അപ്പൊ ഈ 3 പേരോടും കൂടെ കേൾക്കാനും ആ 3 പേർക്ക് കുടിലുണ്ടാക്കാനുമായിട്ട് ആഗ്രഹിച്ചിട്ട് താൻ പറയുന്നത് എന്തെന്ന് അറിയാതെ പറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, ഈ കാര്യം ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ പറഞ്ഞ കാര്യം? അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുക. അപ്പം ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ ചുരുക്കി അതിനെ സംക്ഷിപ്തമായിട്ട് ഒതുക്കി അതിന്റെ പറയേണ്ട കാര്യം എന്താണോ, വെളിപ്പെടേണ്ട കാര്യം എന്താണോ, അതാണ് പുത്രൻ മുഖാന്തരം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു, ഈ ദൈവവചനത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അവിടുന്ന് വെളിപ്പെട്ടു വരുന്നത് ഈ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ആ കർത്താവിനോട് തുല്യമായിട്ട് വെക്കുവാനായിട്ട് വേറെ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല എന്ന് നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ വേറെ ആരുമില്ല. നിസ്തുലനായ ക്രിസ്തു, നിസ്തുലനായ കർത്താവ്. അതാണ് നമ്മൾ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരുമിപ്പിച്ച് 3 പേരെയും കൂടെ ഒരുമിപ്പിച്ച് വെക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തരായിരുന്നത് അരുളി ചെയ്യേണ്ടതിന് സാക്ഷ്യം പറയുന്ന വൃദ്ധ്യനായിട്ടത്രേ എന്ന് ദൈവവചനത്തെ നമ്മൾ വായിക്കുക. അരുളി ചെയ്യേണ്ടതിന് സാക്ഷ്യം പറയുക. എന്തായിരുന്നു അരുളി ചെയ്യേണ്ടിയിരുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചും അവൻ മുഖാന്തരമുള്ള സുവിശേഷത്തെക്കുറിച്ചും അവന്റെ ഈ ലോകത്തിലേക്കുള്ള ജഡാവതാരത്തെക്കുറിച്ചും അവന്റെ രാജ്യത്വത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ചും ഒക്കെയായിരുന്നു വെളിപ്പെടാനിരുന്ന കാര്യം. ആ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടുന്ന വൃത്യനായിട്ട് അത്രേ അവൻ കടന്നു വന്നത്. യേശുവോ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. യേശുവോ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇതുപോലുള്ള ശബ്ദം കർത്താവിന്റെ സ്നാനത്തിങ്കൽ ഉണ്ടായി. ഇവിടെ പിന്നെയും പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുന്നതായിട്ടുള്ള ശബ്ദം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദവും ഉണ്ടായി. പത്രോസ് തന്റെ അനുഭവത്തിൽ 2 പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കുള്ള ഉറപ്പുകളെ കുറിച്ച് അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദുരുപദേശക്കാരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എഴുതുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ പറയുന്ന കാര്യം, ഞങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ രൂപാന്തരം പ്രാപിച്ചതും, അതുപോലെ ഈ ഭാഗം ഞാൻ എടുത്ത് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠതയിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് തേജസ്സും മാനവും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക്, ഈ ദൈവവചനത്തെ കുറിച്ച് യേശു ക്രിസ്തു മുഖാന്തരമുള്ള അരുളപ്പാടുകൾക്ക് ഒരു ഉറപ്പായിട്ട് കർത്താവ് അല്ലെങ്കിൽ പത്രോസ്ലിയ അവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്ന കാര്യമാണ് തിരുവെഴുത്തുകളും അധികം പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ഈ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് തന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ്, ഇപ്പോൾ ഈ മറുമലയിൽ ഇരിക്കുന്ന പത്രോസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്.
യോഹന്നാൻ അത് പറഞ്ഞിട്ടുണ്ട്. ജീവൻ പ്രത്യക്ഷമായി ആ നിത്യജീവൻ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൊടുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ നിത്യജീവൻ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളെ എഴുതി അറിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങള് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ അതിൽ 2 ശിഷ്യന്മാര് അതിനെപ്പറ്റി എഴുതി സാക്ഷീകരിച്ചിട്ടുമുണ്ട്. ഇത് മനസ്സിലുണ്ടായിട്ടുള്ള ചില ആശയങ്ങളെ ഇങ്ങനെ താലോലിച്ച് ചില ആൾക്കാര് ആദ്യം ഒരു നോവൽ എഴുതും, പിന്നെ രണ്ടാമത് അതിനെ തുടർന്ന് 2ാം ഭാഗം എഴുതും, 3ാം ഭാഗം എഴുതും എന്ന് പറഞ്ഞ പോലെ ഭാവനയുടെ ഒരു വിലാസമല്ല, ഭാവനയുടെ ഒരു കളിയല്ല. മറിച്ച് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് വലിയ പണ്ഡിതനോ വിദ്യാഭ്യാസമോ ആ നിലയിലൊക്കെ അധികം വലിയ അതല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കൃത്യമായി സാക്ഷിക്കുകയാണ്. ഇത് ഞങ്ങൾ കണ്ടു, ഇത് ഞങ്ങൾ അനുഭവിച്ചതാണ്. നോക്കിയാട്ടെ, ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവർ എന്റെ പ്രിയപുത്രൻ ഇവനെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം. അപ്പം യേശുവിനെ തനിയെ കണ്ടു എന്നുള്ളതും അദ്ദേഹം നിസ്തുലനായ ദൈവത്തിന്റെ പുത്രനാണ്, ഇനി മോശയ്ക്കും ഏലിയാവിനും ഒന്നും അല്ല ചെവി കൊടുക്കേണ്ടത്. ദൈവദാസൻ അത് പറഞ്ഞല്ലോ. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കേട്ടാൽ മതി, അദ്ദേഹം പറയുന്ന കാര്യം ചെയ്താൽ മതി. ദിസ് ഈസ് അൾട്ടിമേറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്യന്തികമായ വെളിപ്പാട് ക്രിസ്തുവിലാണ്. പല ആൾക്കാരും പലയിടത്തും പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിനുശേഷം ഒത്തിരി ആൾക്കാരും പ്രവാചകന്മാരും ഒക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്തു പറഞ്ഞതിന് അനുസരിച്ചാണോ അവർ പറഞ്ഞേക്കുന്നത്? അതിനനുസാരമായിട്ടാണോ പറഞ്ഞേക്കുന്നത്? അവര് പറഞ്ഞതിൽ വല്ല സാങ്കത്യം ഉണ്ടോ? ക്രിസ്തു പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടല്ലേ? ഒരു കർണത്തടിക്കുന്നവന് വേറൊരു ഇതും കാണിച്ചു കൊടുക്കുന്നതിന്, ഉടുപ്പെടുക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ നയമാണോ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് പിന്നെ മാറ്റിയോ ദൈവം? ദൈവം രൂപാന്തരപ്പെട്ടോ? ദൈവം മനസ്സ് മാറ്റിയോ? നമുക്ക് ഇവിടെ തന്നെ ദൈവം അങ്ങനെ മനസ്സ് മാറ്റുന്ന ദൈവമല്ല. യേശുക്രിസ്തുവിലൂടെ അങ്ങനെ ഒരു വെളിപ്പാട് ഉണ്ടായെങ്കിൽ, തന്റെ സ്നേഹത്തിലും തന്റെ യഥാർത്ഥ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവമാണ് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതെങ്കിൽ, അതിന് വിരോധമായിട്ട് ഉള്ള ഒരു പ്രവാചകനും ഒരു പഠിപ്പിക്കലും ഒരു പുസ്തകവും ഒരു ഇസവും അത് ദൈവവചനത്തിൽ നിന്നുള്ളതല്ല, ദൈവവചനത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ പണ്ട് നമ്മൾ റാഗി പറന്ന് പലരും നടക്കുന്നുണ്ട്. ഈ റാഗി പറന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ റാഗി പറന്നെന്നുള്ളതിന്റെ അർത്ഥം എന്നാന്നുള്ളത് അന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് തന്നെ എന്താണ് റാഗി എന്നുള്ളതിന്റെ. അപ്പം ഈ വട്ടം പറക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ റാഗി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ആത്യന്തികമായ വെളിപ്പാട്. ക്രിസ്തുവാണ്. അതിനപ്പുറത്തേക്കൊരു വെളിപ്പാടില്ല, ഒരു പ്രവാചകനില്ല, ഒരു പ്രമാണത്തിന്റെ മധ്യസ്ഥനില്ല, ഒന്നുമില്ല. എല്ലാ പ്രവാചകന്മാരും ന്യായപ്രമാണവും എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് ന്യായപ്രമാണത്തെ 2 കൽപ്പനകളിൽ ഒതുക്കിയപ്പോൾ നമ്മളവിടെ വായിച്ചല്ലോ, നമ്മളത് ചിന്തിച്ചല്ലോ. നോക്കിയാട്ടെ, തുടർന്ന് ഏലിയാവിന്റെ കാര്യം ചോദിക്കുന്നത് നമുക്ക് കാണാം. അത് ദൈവദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും.